Hi, welcome to our YouTube channel. This is Vimal Kalat from Moto. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് NHK എന്ന് പറഞ്ഞ പുതിയ ബ്രാൻഡാണ്. ഒരു ഇന്തോനേഷ്യൻ ബ്രാൻഡാണത്. ജസ്റ്റ് ഇപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ലോഞ്ച് ആയിട്ടുള്ള മോഡൽ. അതിൻ്റെ പ്രൈസ് റേഞ്ചും അതിൻ്റെ ഫീച്ചേഴ്സും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോൾ 4200 to 5900 അതിൻ്റെ MRPs വരുന്നത്. അതിൻ്റെ ബേസിക് മോഡൽ 4200 ആണ്. അത് ഏത് മോഡലാണ് നമുക്ക് പരിചയപ്പെടാം. ഇത് നമുക്ക് 4200 വരുന്ന മോഡലാണിത്. റേസ് പ്രോ എക്സ് എന്നാണ് മോഡൽ നെയിം വരുന്നത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് ഡോട്ട് സർട്ടിഫിക്കേഷൻ SNA സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഡ്യുവൽ സർട്ടിഫിക്കേഷനാണ് വരുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ തന്നെ. പിന്നെ അതുകൂടാണ്ട് നമുക്ക് വൈസറിൽ തന്നെ പിൻലോക്ക് ഇൻബിൽഡ് അവൈലബിൾ ആണ്. ഇൻബിൽഡ് തന്നെ പിൻലോക്ക് അവൈലബിൾ ആണ്. നമുക്ക് ആൻറ്റി വൈസർ സെപ്പറേറ്റ് വാങ്ങിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന് പറയേണ്ട കാര്യമുണ്ട്, ഇതിൻ്റെ ആൻറ്റി ഫോഗിനാണെങ്കിൽ നമുക്ക് വലിയ എക്സ്പെൻസീവ് അല്ല, അത്യാവശ്യം ചീപ്പായിട്ടുള്ള പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആൻറ്റി ഫോഗ് 300 to 400 റുപ്പീസാണ് ആൻറ്റി ഫോഗിന് വരുന്നുള്ളൂ. നമുക്കിതിൻ്റെ ലോക്കിംഗ് സിസ്റ്റം ലോക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഡബിൾ ഡീറിംഗ് ആണ് വരുന്നത്. ഇതിൻ്റെ ലോക്കിംഗ് നമുക്ക് നേരത്തെ ഹെൽമെറ്റ്സിലൊക്കെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഡബിൾ ഡീറിംഗ് ലോക്കാണ് വരുന്നത്. അതാകുമ്പോൾ ഇത്തിരി കൂടെ മറ്റേനേക്കാൾ ഇത്തിരി കൂടെ ക്വാളിറ്റി ഉണ്ടാവും. മീൻസ് ഒരിക്കലും നമുക്ക് കഴിഞ്ഞു വന്നൊരു ലൂസാവുന്ന അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല. അതാണ് ഈ മോഡലിൽ വരുന്ന ബേസിക്കലുള്ള ഫീച്ചേഴ്സ്. ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത് റേസ് പ്രോ കാരൽ എന്നുള്ളൊരു മോഡലിനാണ് വരുന്നത്. 4500 ആണ് MRP വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സാണ് വരുന്നത്. അത്യാവശ്യം നല്ല ബ്രൈറ്റായിട്ടും ഭംഗി ആയിട്ടുള്ള ഗ്രാഫിക്സാണ് വരുന്നത്. ഇതിൽ നമ്മൾ പറയാൻ നേരത്ത് വൈസർ പ്ലെയിൻ വൈസർ ആയിരുന്നു ഇൻബിൽഡായിട്ട്. പിന്നെ പിൻലോക്ക് അവൈലബിൾ ആണ്. നേരത്തെ വന്ന ആൻറ്റി ഫോഗ് നമുക്ക് വാങ്ങിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റും. പിൻലോക്ക് അവൈലബിൾ ആണ്. ഇതിന് നമുക്ക് ഡബിൾ ഡീറിംഗ് തന്നെ അവർക്ക് വരുന്നത്. ലോക്കിംഗ് സിസ്റ്റം ഡബിൾ ഡീറിംഗ് തന്നെയാണ് വരുന്നത്. പിന്നെ സർട്ടിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ EC സർട്ടിഫൈഡ് ആണ്. ECയും SNA രണ്ട് സർട്ടിഫിക്കേഷൻ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. SNA സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, EC സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ആവറേജ് വെയിറ്റ് ഇതിന് വരുന്നവർ പറയുന്നത് 1500 ± 50 grams ആണ് പറയുന്നത്. അവരുടെ നെക്സ്റ്റ് മോഡൽ വരുന്നതാണ് GP1000 എന്ന് പറഞ്ഞിട്ട്. ഇതാണ് അവരുടെ ആ ഒരു ഷെൽ ഡിസൈൻസും കാര്യങ്ങളൊക്കെ വരുന്ന ഈ മോഡലാണ് വരുന്നത്. ഇതും അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് ഉണ്ട് അവർക്ക്. ഇതിനകത്ത് തന്നെ കുറേ ബ്രൈറ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സ് വരുന്നുണ്ട്. ഇതിൻ്റെ MRP വരുമ്പോഴത്തേക്കും 4900 ആണ് അതിൻ്റെ MRP വരുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പിൻലോക്ക് ആൻറ്റി ഫോഗ് നമുക്ക് ഇൻബിൽഡായിട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിൻലോക്ക് ഇതിനകത്ത് തന്നെ അവൈലബിൾ ആണ്. പിന്നെ അതുകൊണ്ട് മറ്റ് വെച്ച് നമ്മൾ ഇതിനു പറഞ്ഞ മോഡൽസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇന്നർ വൈസറും കൂടി വരുന്നുണ്ട്. എന്നുവെച്ചാൽ 4900 പ്രൈസ് റേഞ്ചിൽ തന്നെ ഇന്നർ വൈസറും കൂടി വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത്. പിന്നെ ലോക്കിങ് നോക്കുകയാണെങ്കിലും ഡബിൾ ഡീറിംഗ് തന്നെയാണ്. ഇവർക്ക് മോഡൽസ് എല്ലാം ഡബിൾ ഡീറിംഗ് ആണ് കൂടുതലും വരുന്നത്. പിന്നെ ഇവർക്ക് സർട്ടിഫിക്കേഷൻ ഇതിനകത്ത് നോക്കുമ്പോൾ SNAയും ഡോട്ടും ആണ്. ഈ മോഡലൊക്കെ EC സർട്ടിഫിക്കേഷൻ ഇല്ല, SNA സർട്ടിഫൈഡും പിന്നെ ഡോട്ട് സർട്ടിഫിക്കേഷൻ, ഈ രണ്ട് സർട്ടിഫിക്കേഷനാണ് വരുന്നത്. പിന്നെ ബാക്ക് സൈഡിലാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ജസ്റ്റ് ഒരു റിഫ്ലക്റ്റീവ്സ് വരുന്നുണ്ട്. അത് നമുക്ക് നൈറ്റിലാണെങ്കിലും ഇതിനോട് വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു റിഫ്ലക്റ്റീവ്സ് വരുന്നുണ്ട് ബാക്ക് സൈഡിൽ. ഇവിടെ നെക്സ്റ്റ് മോഡലാണ്, നെക്സ്റ്റ് പ്രൈസ് റേഞ്ചിലുള്ള മോഡലാണ് 5200 ടെർമിനേറ്റർ എന്ന് പറഞ്ഞ ഒരു സീരീസാണിത്. അതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഒരു ബാക്കിലൊക്കെയാണെങ്കിൽ ഇത്തിരി മെഷ് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു ലുക്ക് വൈസ് നല്ലതാണ്. പിന്നെ എയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഡിസൈനിൽ മെഷ് കണ്ടൻറ്റായിട്ട് കൊടുത്താണ് ഇവിടെയും സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ പ്രോപ്പർ എയർവെൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ടിലും ഒരു മെഷ് പീസാണ് കൊടുത്തിരിക്കുന്നത് എയർവെൻസിൽ. പിന്നെ ഇതിനകത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇന്നർ വൈസർ അവൈലബിൾ അല്ല. ഇതിനകത്ത് ഈ പറഞ്ഞ ഇൻബിൽഡ് ബ്ലാക്ക് വൈസറാണ് വരുന്നത്. പിൻലോക്കും നമുക്ക് ഉണ്ട്, അവൈലബിൾ ആണ്. ആൻറ്റി ഫോഗ് സെറ്റ് ചെയ്യാനുള്ള പിൻലോക്കും അവൈലബിൾ ആണ്. പിന്നെ ലോക്കിംഗ് നമ്മൾ നോക്കാൻ നേരത്ത് ഈ NHKയുടെ മോഡൽസ് എല്ലാത്തിനും പറയുന്ന പോലെ ഡബിൾ ഡീറിംഗ് തന്നെയാണ് വരുന്നത്. NHKയുടെ മോഡൽസ് എല്ലാം ഡബിൾ ഡീറിംഗ് ആണുള്ളത്. ഡബിൾ ഡീറിംഗ് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ മോഡലിൽ നമുക്കൊരു പ്രത്യേകത എന്ന് വെച്ചാൽ സർട്ടിഫിക്കേഷൻ നോക്കാൻ നേരത്ത് നമുക്ക് 3 സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് EC സർട്ടിഫിക്കേഷൻ ഉണ്ട്, ഡോട്ട് സർട്ടിഫിക്കേഷൻ ഉണ്ട്, SNA സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ 3 സർട്ടിഫിക്കേഷൻ നമുക്ക് ഈ മോഡലിൽ വരുന്നുണ്ട്. അത് 3 സർട്ടിഫിക്കേഷനുള്ള ഹെൽമെറ്റ്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇത്രയും സർട്ടിഫിക്കേഷൻ ഒരുമിച്ച് വരുന്ന ബ്രാൻഡുകളാണ്. കൂടുതൽ ഏതെങ്കിലും 2 സർട്ടിഫിക്കേഷൻസ് വരാറുള്ളൂ. കൂടുതലും ഇതിനകത്ത് 3 സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട് നമുക്ക്. അവരുടെ തന്നെ നെക്സ്റ്റ് മോഡലാണത്. RX9 എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്, മോഡൽ നെയിം വരുന്നത്. ഇതിനകത്ത് നമ്മൾ ഫീച്ചേഴ്സ് പറയുന്നത് ബേസിക്കലി പെട്ടെന്ന് വരുമ്പോൾ നമുക്ക് പ്ലെയിൻ വൈസറാണ് ഇൻബിൽഡ് വരുന്നത്. നമുക്ക് പിന്നെ ഇന്നർ വൈസർ അവൈലബിൾ ആണ്. ഇതിനകത്ത് തന്നെ ഇന്നർ വൈസർ അവൈലബിൾ ആണ്. അവർക്കുള്ള മോഡൽസിൽ 5200 5900 MRP വരുന്ന മോഡൽസും. ഇതും 5900 ആണ് MRP. ഈ മോഡലാണ് ഇന്നർ വൈസർ അവർക്ക് വരുന്നത്. ഈ രണ്ട് മോഡൽസിലാണ് നമുക്ക് ഇന്നർ വൈസർ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെയും നമ്മൾ സർട്ടിഫിക്കേഷൻ നോക്കാൻ നേരത്ത് SNA ഡോട്ട് 2 സർട്ടിഫിക്കേഷനാണ് ഈ മോഡലിൽ വരുന്നത്. പിന്നെ ബാക്കിലാണെങ്കിലും ഒരു ലുക്ക് വൈസ് ഇതിനോട് ഷാർപ്പ് കട്ടഡ് എഡ്ജൊക്കെയാണ് ബാക്ക് വരുന്നത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഡബിൾ ഡീറിംഗ് ആണ്. NHKയുടെ മോഡൽസ് എല്ലാം ഡബിൾ ഡീറിംഗ് തന്നെയാണ് വരുന്നത്.